കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ്. ഞാൻ കുട്ടിയോട് അമിതമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ കുഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. എങ്ങനെയാണ് എനിക്ക് കുട്ടിയോടുള്ള ഒരു ദേഷ്യം കുറയ്ക്കാൻ പറ്റുക? പലപ്പോഴും നമ്മൾ അച്ഛനമ്മമാർക്ക്, എസ്പെഷ്യലി അമ്മമാർക്ക് എന്താന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളോട് നമ്മൾ ദേഷ്യപ്പെടുമെങ്കിലും കുട്ടിയോട് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രമല്ല നമ്മൾ ദേഷ്യപ്പെടുന്നത്. ഈ ദേഷ്യം എന്ന് പറഞ്ഞ ഒരു കാര്യം വരാതെ നമുക്ക് എപ്പോഴും കാമായി, അയ്യോ സോഫ്റ്റായി പൊളൈറ്റായി മാത്രം നമുക്ക് ഇരിക്കാൻ പറ്റൂല. കാര്യം കുഞ്ഞിനെ മാത്രം നോക്കുന്ന ഒരു കാര്യം മാത്രമല്ലല്ലോ നമുക്കുള്ളത്. വി ഹാവ് സോ മെനി അതർ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ? ഇപ്പം വീട് നോക്കണം, ജോലിയുണ്ട്, അടുക്കളയുടെ കാര്യമുണ്ട്, വീട്ടിൽ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരുടെ കാര്യമുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണ് എസ്പെഷ്യലി ലേഡീസ്. അപ്പം പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ കുട്ടിയോടുള്ള ഒരു ദേഷ്യം മാത്രമല്ല, പകരം വേറെ പല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിലൂടെ പോകുന്നത് കൊണ്ടാണ് എനിക്ക് ആ ദേഷ്യം വരുന്നത് എന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക. ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജേർണലിംഗ് ഹെൽപ്സ്. അപ്പം പലപ്പോഴും നിങ്ങളുടെ ട്രിഗറായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയണം. ഇപ്പോൾ കുഞ്ഞ് കളിപ്പാട്ടം കൊണ്ട് കളിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒന്ന് മൊബൈൽ എടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങൾ എൻ്റെ തലയിലൂടെ ഓടുന്നത് കൂടെ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ദേഷ്യം കൂടുന്നത്. അപ്പോൾ ഇതിന് കുഞ്ഞ് മാത്രം റെസ്പോൺസിബിൾ ആണോ? അല്ല. പലപ്പോഴും പാവം അത് ഉറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. നമ്മൾ പോയി കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, അപ്പോഴത്തേക്ക് ഇതൊന്നും അറിയാണ്ട് കുഞ്ഞ് ഉറങ്ങിപ്പോവും. സോ ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ട്രിഗർ പോയിന്റ് എന്താണ്? എനിക്ക് എൻ്റെ ഈസ്ട്രജൻ കൂടിയുണ്ടെങ്കിൽ പീരിയഡ്സിലോട്ട് കടക്കാൻ പോകുന്നത് കൊണ്ടാണോ ഞാൻ ഈ ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് പറ്റാത്തത് കൊണ്ടാണോ ഞാൻ ഈ ദേഷ്യം കുഞ്ഞിനടുത്ത് ആക്കുന്നത്? അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ളൊരു ദേഷ്യം ഇത് റെസ്പോണ്ട് ചെയ്യത്തില്ലല്ലോ, റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. ട്രൈ അപ്പോളജൈസിങ്. അപ്പോൾ കുഞ്ഞ് എന്താ വെച്ചാൽ കാമിങ് ഡൗൺ വിത്തൗട്ട് കോൺഫ്ലിക്റ്റ് എന്നുള്ളൊരു ടെക്നിക്ക് കുഞ്ഞിൻ്റെ മനസ്സിൽ വരും. എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ദേഷ്യപ്പെട്ട് പോയെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ അപ്പോളജൈസ് ചെയ്യാൻ, ഈഗോ ഇല്ലാതെ അപ്പോളജൈസ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ എടുക്കുന്നത് നന്നായിരിക്കും. സോറി മോനെ, എനിക്ക് അറിയാണ്ട് ആ ഒരു സമയത്ത് അമ്മ വേറെ പല കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നതാണ്, എന്നോട് ക്ഷമിക്കണം. കുഞ്ഞിൻ്റെ ലെവലിലേക്ക് ഇരുന്ന് ഒന്ന് അപ്പോളജൈസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ കുഞ്ഞാണെങ്കിലും ഇതേപോലെ ഞാനൊന്ന് ദേഷ്യപ്പെട്ടാൽ ഞാനും അപ്പോളജൈസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരും. ഓക്കെ, കാം ഡൗൺ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്നിരുന്ന് ഒരു 4-5 ബ്രത്ത് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഇൻഹെയിലിംഗ് ത്രൂ യുവർ നോസ് ആൻഡ് എക്സ്ഹെയിലിംഗ് ത്രൂ യുവർ മൗത്ത്, ഓർ മൗത്താണ് ഏറ്റവും നല്ലത്. അതൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എടുക്കുന്നതിനെക്കാട്ടിൽ പോസ് ചെയ്ത് ഒന്ന് കാം ഡൗൺ ചെയ്തിട്ട് നമ്മൾ ആ ഒന്ന് റിയാക്ട് ചെയ്യുമ്പോൾ അത്രയും അങ്ങ് വലിയൊരു തോതിൽ സ്റ്റോം പോലെ അങ്ങോട്ട് വരത്തില്ല. മനസ്സിലായോ? അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു രീതിയിലാണോ എൻ്റെ ദേഷ്യം എന്നൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. അടുത്തത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വേർഡ്സ്, അതായത് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പറയുന്ന അങ്ങ് പെട്ടെന്ന് പറയും, വായിൽ വരുന്ന എല്ലാം പറയും. അപ്പം പറയാതിരിക്കുക എന്നുള്ളത് ഇവിടെ ഒരു വലിയ ഘടകമാണ്. സോ അതിനായിട്ട് നിങ്ങൾക്കൊന്ന് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാനിത് സപ്രസ് ചെയ്ത് വെക്കുമല്ലേ. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരു പൊടിക്ക് സപ്രസിങ് നല്ലതാണ്. അത് നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുമല്ല, പകരം കുഞ്ഞിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുവാണ്. മനസ്സിലായോ? whatever is coming out through your mouth, അതങ്ങ് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്പോഞ്ച് വലിച്ചെടുക്കുന്നത് പോലെ ഇതെല്ലാം കയറി ആരാ പറയുക? അടുത്ത വേറെ ആരെങ്കിലും കാണുമ്പോൾ കുട്ടി പറയും. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കേസാണ്, വല്ലാണ്ട് അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നു. ചോദിച്ചു വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അമ്മ റൂമിനുള്ളിൽ അച്ഛൻ്റെ അടുത്ത് ഫോണിൽ ഡിസ്റ്റൻസ് ഇതാണ്, അച്ഛൻ ഇവിടെ അല്ല, വെളിയിലാണ്. അപ്പം അമ്മ ഈ പറയുന്ന വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം അമ്മ അച്ഛനോട് ഈ പറയുകയാണ് ഫോണിൽ കൂടെ. ഇതാണ് ഈ കുഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ഒരു ചെവി എപ്പോഴും അവിടെ ഉണ്ട്, അത് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ യു മസ്റ്റ് ബി വെരി കെയർഫുൾ. ഇനി അഥവാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ തന്നെ മേക്ക് ഷുവർ യു ഗോ ആൻഡ് യു അപ്പോളജൈസ് ടു ദ ചൈൽഡ്. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോളജൈസിങ് എപ്പോഴും കുഞ്ഞിനെ അതേ രീതിയിൽ ഒന്ന് മോക്ക് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാൻ. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. കാര്യം നിങ്ങളുടെ തോട്ടുകൾ മനസ്സിലാക്കി റിഫ്രെയിം ചെയ്യാനായിട്ട്, നിങ്ങളെ ജഡ്ജ്മെൻ്റൽ അല്ലാതെ കേൾക്കാൻ ഒരാളുള്ളപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ആങ്കർ ഫാക്ടർ അത് കുറയാനായിട്ട് സഹായിക്കും.